തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ തന്നെയാണ് തലസ്ഥാനവുമുള്ളത്. എന്തായാലും ക്ഷേത്ര ദർശനത്തോടെ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പഴവങ്ങാടിയും ഒക്കെ അദ്ദേഹം രാവിലെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ദർശനത്തിന് ശേഷം വോട്ടർമാരെ നേരിൽ കണ്ട് സംസാരിക്കുകയും കൂടി ചെയ്തിരുന്നു. S. ശാലിനിയാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. ശാലിനി, വിവരങ്ങൾ. അനു, രാവിലെ 7 മണിയോടുകൂടി തന്നെ ഔദ്യോഗികമായി പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. രാവിലെ ആദ്യം അദ്ദേഹം പഴവങ്ങാടി ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തി. തൊട്ടു പിന്നാലെ അവിടുത്തെ കച്ചവടക്കാരുണ്ട്, ഒപ്പം തന്നെ അവിടെ എത്തിയ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരുണ്ട്, സമീപത്തുണ്ടായിരുന്ന വോട്ടർമാരുണ്ട്. ഇവരെയൊക്കെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥന ഉൾപ്പെടെ നടത്തിയ ശേഷമാണ് അദ്ദേഹം തുടർന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനം പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം ഔദ്യോഗിക പരിപാടിയുണ്ട്, 11 മണിയോടുകൂടി ഒരു ഔദ്യോഗിക പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാനായി പോവുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് സജീവമായ പ്രവർത്തകർക്കിടയിലേക്കും ഒപ്പം തന്നെ പ്രചാരണ രംഗത്തേക്കും ഇന്ന് അദ്ദേഹം സജീവമാകാൻ പോകുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് 6:30 അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ വരവ് കൂടിയാണ്. ബംഗളൂരുവിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിക്കുന്നു. വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ഇന്നലെ വിമാനത്താവളത്തിലുണ്ടായിരുന്നു. മുഴുനീളം ഒരു റോഡ് ഷോ, ഏകദേശം 2.5-3 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോയോട് കൂടിയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രചാരണ രംഗം സജീവമായത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ആ ഒരു പരിപാടിയിൽ ഔദ്യോഗികമായി ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്തത്. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തൊരു പൊതുപരിപാടിയിൽ കൂടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ കൂടി പങ്കെടുത്തിരുന്നു. അതിനുശേഷമായിരുന്നു ഇന്നലത്തെ പ്രചാരണം അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നു മുതൽ സജീവമായി പ്രവർത്തന രംഗത്തേക്കും പൊതുപ്രവർത്തന രംഗത്തേക്കും ഒപ്പം തന്നെ പ്രവർത്തകർക്കിടയിലേക്കും പ്രചാരണ രംഗത്തും സജീവമാവുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ. പ്രത്യേകിച്ച് മോദിയുടെ ഗ്യാരണ്ടി അത് തന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു A ക്ലാസ് മണ്ഡലമാണ്. BJPക്ക് ഏറെ പ്രതീക്ഷയും ഒപ്പം തന്നെ BJPയുടെ വേരുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. പല തെരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. CPM ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്താൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതടക്കം ഊന്നാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചാരണ രംഗം ഇന്നു മുതൽ സജീവമാക്കുന്നത്. എന്തായാലും CPM-നെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് NDA കളത്തിലിറക്കിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു ത്രികോണ മത്സരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അതിന്റെ പ്രചാരണം ചൂട് കൂടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണവും BJP NDA സഖ്യം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ കേന്ദ്ര നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ വരും ദിവസം വരും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ആറ്റിങ്ങലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 കേന്ദ്രമന്ത്രിമാരാണ് തലസ്ഥാന ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ, പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിൽ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ, അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് അനൌദ്യോഗികമായി BJP നേതൃത്വമൊക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പൊതുയോഗങ്ങൾ, പൊതുപരിപാടികൾ ഒപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിലൊക്കെ ആയിരിക്കും ഇത് സ്ഥാനാർത്ഥികളും ഉള്ളത്. എന്തായാലും ഇന്ന് രാവിലെ BJPയുടെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഔദ്യോഗികമായ ഒരു സത്യാഗ്രഹ സമരത്തിന് കൂടി തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്നത്തെ പൊതുപരിപാടികൾക്ക് അദ്ദേഹം തുടക്കമാകുന്നത്. രാവിലെ കൊല്ലം ജില്ലയിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഉള്ളത്, V. മുരളീധരൻ. അദ്ദേഹം അവിടെ ഭക്ഷ്യവിഷബാധയേറ്റ ചില വിദ്യാർത്ഥികളെയൊക്കെ തന്നെ കണ്ടതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തും. 11:00 അദ്ദേഹം ഔദ്യോഗികമായി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും സിദ്ധാർത്ഥന്റെ വീടിന് സമീപത്ത് നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് ആ ഒരു പ്രവർത്തനത്തിലായിരിക്കും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനുശേഷം പ്രചാരണ രംഗത്ത് ആറ്റിങ്ങൽ കൂടി സജീവമാകും. ദിവസങ്ങൾക്ക് മുമ്പേ ആറ്റിങ്ങലിൽ പ്രചാരണ ചൂടിലാണ്. എന്നാലും ഇന്ന് ഈ ഒരു പരിപാടിക്ക് ശേഷം കൂടുതൽ പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലും അദ്ദേഹവും ഇറങ്ങുമാനും. ശരി ശാലിനി.